എസ് മനുപ്രസാദിലേക്ക് പോവുകയാണ്. മനുപ്രസാദ്, ഈ കോടതി വിധിയെ യുവമോർച്ച എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങേയറ്റം നിരാശാജനകമായ ഒരു വിധിയാണല്ലോ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ABP പ്രവർത്തന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് വിശാൽ എന്ന് പറയുന്നത്. ആ സമയം മുതൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് SDPI പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ നമുക്ക് കാണാൻ സാധിച്ചത് ഈ സംഭവത്തിൽ. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള പരിശ്രമങ്ങൾ സംഘടന എന്ന നിലയിൽ ഈ കേസിന്റെ വഴിത്താരകളിലെല്ലാം കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പറ്റാവുന്ന സാഹചര്യങ്ങളെല്ലാം ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഗവൺമെന്റ് എന്ന നിലയിലേക്കുള്ള ഇടപെടൽ നോക്കുന്ന സമയത്ത് SDPI പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കി കൊടുത്ത് അവരുടെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന തരത്തിലേക്കാണ് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെയും SDPI ഭീകരവാദികളെയും രക്ഷപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾക്ക് അങ്ങേയറ്റം നേതൃത്വം നൽകുന്നതാണ് നമുക്ക് ഇതിന്റെ വഴിത്താരകളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടല്ലാത്ത ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഒരു വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. നിയമപരമായ സാധ്യതകൾ ഇനിയും തേടാവുന്നിടത്ത് തേടും. ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷമെന്ന് മാത്രമല്ല KSU SFI ഭാരവാഹികളായിട്ടുള്ള ആളുകൾ വരെ ഒരു മടിയുമില്ലാതെ കൂടെ നടന്ന കൂട്ടുകാരന്റെ നെഞ്ചിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കത്തി കുത്തിക്കയറ്റി അവനെ കൊലപ്പെടുത്തുമ്പോൾ അതിനെതിരെ ഒരു ശരിയായ സത്യം തുറന്നു പറയാൻ മടി കാണിച്ച് മൊഴി മാറ്റി പറയുന്ന സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ അഭിമന്യു ഉൾപ്പെടെയുള്ള ആളുകൾ മരണപ്പെട്ട സാഹചര്യങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ കണ്ടതാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർക്കും തീവ്രവാദികൾക്കും ജമാഅത്ത് ഇസ്ലാമിക്കും എല്ലാം കുടപിടിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. ഇത് മനുഷ്യ മനസാക്ഷി മുഴുവൻ മരവിച്ചിട്ടില്ലാത്ത ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു നിമിഷം കൂടിയാണിത്. വിശാലിന്റെ മരണം ഓരോ മനുഷ്യനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മരണമായിരുന്നു. സരസ്വതി പൂജ ക്ഷേത്രത്തിൽ വിദ്യാലയങ്ങളിൽ നടത്തുന്നതിന്റെ ഭാഗമായി പുതിയ വിദ്യാർത്ഥികൾ കടന്നു വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. വിശാലിന്റെ മരണം എങ്ങനെയാണോ അതേ സംഭവത്തിലാണ് അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിന്റെ ക്യാമ്പസിൽ മരണപ്പെട്ടു പോയത്. അതേ രീതിയിലാണ് സച്ചിൻ ഈ കേരളത്തിന്റെ ക്യാമ്പസിൽ മരണപ്പെട്ടു പോയത്. അതായത് ഗൂഢാലോചനയുടെ കേസിലെടുത്താലും സമാനമായ കൊലപാതകങ്ങളുടെ കേസിലെടുത്താലും ഇത് പരമ്പര എന്നോണം ട്രെയിനിങ് കിട്ടിയതാണ് എന്നൊരു ധാരണയും ബോധ്യവും ഈ കേരളീയ സമൂഹത്തിനുണ്ടായിരുന്നു. എന്നിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഭരണകൂടം എല്ലാം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. ആ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നിരാശാജനകമായ കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലൊരു വിധി ഇന്ന് വന്നിട്ടുള്ളത്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, വളരെ നന്ദി ശ്രീ മനുപ്രസാദ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. യുവമോർച്ചയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കുകയാണ്. നേരത്തെ വിദ്യാർത്ഥി പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ചൂണ്ടിക്കാണിച്ചതും മേൽക്കോടതിയെ സമീപിക്കും. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 20 ഭീകരന്മാരെയും ശിക്ഷിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ABVPയും യുവമോർച്ചയും ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്.